94 ഞാൻ രക്ഷിക്കപ്പെട്ടു വന്ന സമയത്ത് കേട്ട ഒരു സാക്ഷ്യം ഞാൻ പറഞ്ഞു. തമിഴ്നാട്ടിൽ ഏറ്റവും ശക്തനായ ഒരു വലിയ മന്ത്രവാദിയുടെ ഒരു കഥ ഞാൻ അവിടെ പറഞ്ഞു തോന്നുന്നല്ലേ, പത്തനംതിട്ട പറഞ്ഞു തോന്നുന്നല്ലേ, പറഞ്ഞു. ശക്തനായ വലിയൊരു മന്ത്രവാദി ആ മനുഷ്യൻ തന്റെ അടുക്കൽ വന്ന് ഒരു പെൺകുട്ടിയെ വശീകരിച്ചെടുക്കാൻ മന്ത്രവാദം ചെയ്യാൻ വന്നു. മന്ത്രവാദം ആരംഭിച്ചു. മന്ത്രവാദി ചോദിച്ചത്, ആരെയാണോ വശീകരിക്കേണ്ടത്? വശീകരിക്കേണ്ട പെൺകുട്ടിയുടെ ഒരു മുടിയെങ്കിലും വേണം. കൊണ്ടുപോയി കൊടുത്തു. തിങ്ങിക്കൂടിയ വാഹനത്തിനകത്ത് കയറിയ അവൻ ആ പെൺകുട്ടിയുടെ തലയിൽ നിന്നൊരു മുടിനാരി വരച്ചെടുത്ത് മന്ത്രവാദിയുടെ കൈ കൊണ്ട് കൊടുത്തു. ആ മന്ത്രവാദി അത് വെച്ച് അർദ്ധരാത്രി മന്ത്രവാദം ആരംഭിച്ചു. എന്തിനാ മന്ത്രവാദം? തന്റെ ഇംഗിതത്തിന് വഴങ്ങാത്ത ആ പെൺകുട്ടിയെ തന്റെ ഇഷ്ടത്തിലേക്ക് കൊണ്ടുവരാൻ പണം കൊടുത്ത് മന്ത്രവാദം ചെയ്യാൻ തുടങ്ങി. മന്ത്രവാദം ആരംഭിച്ച് ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞ് ഒരു നാരങ്ങ എടുത്തു വെച്ച് നാരങ്ങയുടെ വട്ടം ആ കുട്ടിയുടെ മുടിയെടുത്തു വെച്ച് മന്ത്രോച്ചാരണം ചൊല്ലി കയ്യിലിരുന്ന വലിയ വാക്കത്തി കത്തികൊണ്ട് ഈ മുടി നാരങ്ങയും മുറിക്കുമ്പോൾ അവൾ വശീകരിക്കപ്പെടുകയും അവന്റെ അടുക്കൽ വരികയും. ഇതാണ് മന്ത്രത്തിന്റെ അവസാനം. ആയുധമെടുത്ത് ഉയർത്തി സെക്കൻഡ് കൊണ്ട് മുറിക്കകത്ത് ഒരു പ്രകാശം കത്തി. ആ പ്രകാശത്തിന് നടുവില് ഒരുവൻ ഇറങ്ങി എന്ന് പറയുക, നിനക്കാള് മാറിപ്പോയി, അത് എന്റെ വകയാ. Hallelujah. അമേ മോനെ, മദ്രാസി കിടുകിട വിറപ്പിച്ച ദൂട്ടണ്ണ എന്ന് പറയുന്ന മന്ത്രവാദിയുടെ സാക്ഷ്യമായത്. അവൻ മന്ത്രവാദിയുടെ ഇറങ്ങി വന്ന വെളിച്ചത്തിൽ വന്ന കർത്താവ് പറയുക, കുഞ്ഞേ നിനക്കാള് മാറിപ്പോയി. അവിടെ നെറ്റിയിൽ ഒരു അടയാളമുണ്ട്. അത് പ്രാർത്ഥനയുടെ അടയാളമാണ്, അത് അഭിഷേകത്തിന്റെ അടയാളമാണ്. ഇന്ന് രാത്രി വേളയിൽ നിന്റെ തലമുറയുടെ മേൽ അങ്ങനെ ഒരു അടയാളം കണ്ടാൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ അങ്ങനെ ഒരു അടയാളം കണ്ടാൽ, ഒരു അന്ധകാര ശക്തിയും അതിനെ തൊടുകയില്ല. ഞാൻ ഇന്ന് രാത്രി അല്പം വിശ്വസിച്ചുകൊണ്ട് പറയട്ടെ, ഇതാ ഇന്ന് രാത്രി ഒരു ദൂതൻ ഇതിന്റെ നടുവിൽ ആഗതനായിട്ടുണ്ട്. ചേരുടെ നെറ്റിയിൽ അവൻ അടയാളമിടാൻ പോകുക. ആ മഷിക്കുപ്പി ഏതാണ്? ആ മഷി എന്നറിയണ്ടേ? ഹാബേലിന്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ആ പുണ്യക രക്തം നിന്റെ നെറ്റിയിൽ ഇന്ന് രാത്രി അടയാളമിടാൻ പോകുക. ആ ദൂതനോട് പ്രതികരിക്കുന്നവർ അടങ്ങിയിരിക്കല്ലേ, ആർത്തു വിളിച്ച് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുക.